ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു ദിവസം നോർമലി കഴിഞ്ഞു പോകുന്ന എൻ്റെ ദിവസങ്ങൾ എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു കുഞ്ഞ് ഒരു പുറത്ത് പോയതിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഒന്ന് മൊത്തത്തിൽ കണ്ട് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണ്ടേ. ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സുബഹിക്ക് എണീറ്റതാണ്. ബാങ്ക് കൊടുത്ത് ആ സമയം തന്നെ എണീറ്റിട്ടുണ്ട്. ഇവിടെയെന്ന് പറഞ്ഞാൽ സുബഹി സമയം തന്നെ നല്ല വെളിച്ചമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വെളിച്ചം വെക്കും ആ ഒരു ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ പാടെ തന്നെ. അപ്പോൾ അതായത് നമ്മളെ പുറത്തത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് കേട്ടോ. നിസ്കാരം കഴിഞ്ഞാൽ ഞാനിതാ ഇതുപോലെ കുറച്ച് തലേന്ന് ബദവും മുന്തിരിയും തലേന്ന് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ആ സമയം ഞാനെടുത്ത് കഴിക്കും. ഷെയർക്ക് ഇതേമാതിരി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അതുപോലെ ഷെയർക്ക് സ്കിന്നൊക്കെ പോയി കൊടുത്ത് കഴിഞ്ഞാലാണ് ഷെയർക്ക് കഴിക്കൽ കേട്ടോ. നിസ്കാരം കഴിഞ്ഞാൽ ഒന്ന് കിടക്കും കേട്ടോ. പിന്നെ ഒരു 8-8:30 മണിയാകുമ്പോഴാണ് ഞാൻ എണീറ്റ ഉടനെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് അക്കോറിയ ഉണ്ട് കേട്ടോ. അതിനതുപോലെ ഒന്ന് ഫുഡ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ബാക്കി പണികളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യൽ. എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കായിരിക്കും. ഒരു വൈകുന്നേരം 3-3:30 മണി വരെ ഫുൾ ബിസി ആയിരിക്കും. അപ്പോൾ പിന്നെ ഫുഡ് ഇട്ട് കൊടുക്കാൻ എനിക്ക് മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അതിന് ഫുഡ് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു കുഞ്ഞ് കറിവേപ്പില ചെടിയും ഉണ്ട് കേട്ടോ. എൻ്റെ നെയ്ബർ തന്നാണ്. പണ്ട് ഒരുപാട് ചെടി ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ പോകുന്ന സമയത്ത് വെള്ളം ഒഴിക്കാനൊന്നും ഇവിടെ ആരില്ലാഞ്ഞപ്പോഴും പെട്ടെന്ന് പിന്നെ നശിച്ചു പോകാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ചെടിയൊന്നും അങ്ങനെ വെച്ച് പിടിപ്പിക്കലില്ല. പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബാൽക്കണിയിൽ ഓരോന്ന് ഞാൻ നടലിട്ടിനും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങ ഒലത്തിയതാണ് കേട്ടോ. നേന്ത്രപ്പഴം ഒലത്തിയതെന്നാണ് പറയൽ എൻ്റെ വീട്ടിൽ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കേണ്ടി കണ്ട് നോക്കിയിട്ട് ഇതുവരെ തയ്യാറാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 പഴുത്ത നേന്ത്രപ്പഴം ഒരു 3-4 അല്ലി ചെറിയുള്ളിയാണ് എടുത്തത്. കുക്കറിലേക്ക് ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂണ് 6 kg നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി കരിഞ്ഞു പോകരുത് കേട്ടോ. ഒന്നൊരു ബ്രൗൺ നിറമാവുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കണം. നേന്ത്രപ്പഴം ചേർത്ത ഉടനെ തന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊരു 2 വിസിലിന് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കുക്കർ 2 വിസിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 2 വിസിലിന് ശേഷം നമുക്കിതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടുത്തെ യുഎഇത്തെ നേന്ത്രപ്പഴം കേട്ടോ. ഈ ഒരു കളറിൽ നിങ്ങൾക്ക് തോന്നുന്നത് നല്ല മഞ്ഞ കളറിലാണ് കേട്ടോ ഇത് ഉണ്ടാവലും. ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 കൈപ്പിടി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കണം. 2-3 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഒന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതെന്നൊക്കെ പറയുന്നത് നമ്മളെ വൈറ്റ് പത്തിരിൻ്റെ കൂടെയോ അതെല്ലാം കണ്ണച്ചത്തിരിൻ്റെ കൂടെയോ അതെല്ലാം നമ്മൾ നെയ്യൊക്കെ ഇട്ട് വാട്ടി ചപ്പാത്തി പോലെയൊക്കെ ചുടൂലേ, ആ ചുടുന്ന പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതാരും തയ്യാറാക്കിയിട്ടില്ല, കഴിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടൈമെങ്കിലും ഒന്ന് കറിക്ക് പകരം ഇതുപോലെ നേന്ത്രപ്പഴം ഒലത്തിയത് ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച് നോക്കേണ്ടി കേട്ടോ. ഇപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കുകയാണ്. ശേഷത്താ ഞാനിപ്പോൾ മക്കളെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ മോനായാലും മോളായാലും രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ സ്കൂളിലേക്ക് പോവൽ. ഒരു അരമണിക്കൂറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാളെ ഒരുമിച്ചിട്ട് തന്നെ വേഗം മാറ്റിക്കാൻ നിൽക്കലുണ്ട്. ഇപ്പോൾ ഷെല്ലനെ വിളിച്ച് ഷെല്ലനെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ ഷെല്ലയ്ക്ക് പീഡയാണ് കേട്ടോ. അതുകൊണ്ടാണ് യെല്ലോ കളറിലെ ഡ്രസ്സ് യൂണിഫോം അവർക്ക്. അപ്പോൾ ഷെല്ലയ്ക്കുള്ള ഫുഡൊക്കെ ഞാനൊന്ന് വാരിക്കൊടുത്ത് ഒന്ന് മുടി വാരിക്കൊടുക്കുകയാണ്. ഈ സമയത്താണ് സ്കൂളത്തെ എല്ലാ കഥകളും ഈ മുടി വാരുന്ന സമയത്താണ് നടക്കുന്ന കഥകൾ മൊത്തം പറയൽ മൂപ്പരാൾ. അപ്പോൾ അതുപോലെ എന്തൊക്കെയോ പറയുന്നുണ്ട്.
ഒന്ന് ഞാൻ ദിവസം ഇതുപോലെ സെറ്റാഫിൻ്റെ മോയ്സ്ചറൈസർ ഒന്ന് ഞാൻ പുരട്ടി കൊടുക്കലുണ്ട്. കാരണം ഇവർക്ക് ബസ്സിലായാലും സ്കൂളിലായാലും എപ്പോഴും നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സ്കിന്ന് ഡ്രൈ ആവണ്ടെന്ന് കരുതിയിട്ട് എപ്പോഴും സെറ്റാഫിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ രണ്ടാക്കും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. ശേഷം ഓളൊന്ന് റെഡിയാക്കി എടുത്തിട്ട് ഞാൻ താഴേക്ക് പോവാണ്. താഴേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ വേഗം മീൻ മുളകിട്ടേന് കലക്കി വെക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ, ഉള്ളി, കറിവേപ്പില, തക്കാളി ഇതെല്ലാം കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലോണം ഞെരടി കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും പുളി പിഴിഞ്ഞതും പൊടികളൊക്കെ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രം പൊടികൾ ചേർക്കുന്നുള്ളൂ, വേറെ പൊടികളൊന്നും ചേർക്കൂല കേട്ടോ. ഇതും കൂടി പിഴിഞ്ഞിട്ട് ഞാനൊന്ന് സിമ്മിലിട്ടിട്ടാണ് കേട്ടോ താഴേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം വളരെ ചെറിയ തീയിലിട്ട് ഒന്ന് നല്ലോണം അതിൻ്റെ മണങ്ങളും പൊടീൻ്റെ അതുകൾ എന്താ പറയുക മണോ പച്ചമണമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പോയി കിട്ടുന്ന വരെ ആ സിമ്മിൽ കിടന്ന് വെന്തോട്ടെ. അപ്പോൾ ഒരു കുഴപ്പമില്ല, അടിയൊന്നും പിടിക്കൂല. അത്രയും ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ താഴേക്ക് വന്നത്. ഇവിടെ എന്താ വെച്ചാൽ ഒരു ബസ് വരുന്നതിൻ്റെ കൃത്യം ഒരു 5 മിനിറ്റ് മുന്നെങ്കിലും ഇവിടെ എത്തണം. കാരണം ഇവിടെ എന്ന് പറയുന്നത് ബസ്സിന് കുട്ടികളെ വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ ബാക്കിൽ എന്ന് പറയുന്നത് നല്ല ബ്ലോക്കാവും. നമ്മളെ കണ്ടിട്ട് ഈ ബസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ബസ് ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്ലോക്കാവും. പിന്നെ ഇവിടെ ആണെങ്കിൽ ബസ്സിന് ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല, നല്ല ഫൈനും കിട്ടും. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ബ്ലോക്ക് ആവുന്നതിനെ കൊണ്ട് തന്നെ വേഗം വന്ന് നിൽക്കും കേട്ടോ. മോളെ പറഞ്ഞയച്ചതിന് ശേഷം തന്നെ അതിൻ്റെ ബേക്കിൽ വേഗം മോനെയും പറഞ്ഞയക്കും. മോനെ പിന്നെ ഇവിടെ നടക്കുന്ന ദൂരമല്ലോ കേട്ടോ, തൊട്ട ഫ്ലാറ്റ് തന്നെയാണ്. ഇവിടെ ബോഡികളാണ് കേട്ടോ നടത്തുന്നത്, ഹിന്ദിക്കാർ നടത്തുന്നതാണ്, മലയാളികളല്ല. പക്ഷെ നല്ലതാണ്. ഇങ്ങനെ നേരത്തെ കാലത്ത് സ്കൂളിൽ വിടുന്നതിന് മുന്നേ തന്നെ ഷെല്ലിന് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് പെട്ടെന്ന് മിങ്കിളാവാനും കഴിയും, വേഗം ലാംഗ്വേജൊക്കെ വേഗം ക്യാച്ച് ചെയ്യാനും കഴിയും. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 10-40ഓളം കുട്ടികളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രായത്തിലുള്ളത്. ഷെല്ലനെ എനിക്കിതുപോലെ തന്നെ നേരത്തെ പറഞ്ഞയച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഷെല്ലനെ സ്കൂളിലേക്ക് ഫസ്റ്റ് ടൈമൊക്കെ പോകുമ്പോൾ ഷെല്ലക്ക് ഒരു പേടിയും ഇല്ലായിരുന്നു, മോൾക്ക് ഒരു പേടിയും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അങ്ങനെ വിട്ടതാണ്. ഇതെൻ്റെ തൊട്ടടുത്തുള്ള ഗിഫ്റ്റ് ലാൻഡാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇതിൻ്റെ കൂടെ വന്നത് എന്താ വെച്ചാൽ ഏതായാലും താഴെ ഇറങ്ങിയതാണ്. എൻ്റെ വേസ്റ്റ് ബിന്നിലേക്കുള്ള കവറും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതും കൂടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അങ്ങനത്തെ പെട്ടെന്ന് നമുക്ക് തീർന്നു പോയ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഈ പറഞ്ഞ പോലെ നല്ല നല്ല പാത്രങ്ങളും കുക്ക് വെയർ സെറ്റ്സ് ഒന്നും വാങ്ങുന്നല്ല കേട്ടോ, അതൊക്കെ കോപ്പി ആയിരിക്കും. നമുക്ക് ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യാത്ത അതല്ലാന്നുണ്ടെങ്കിലും കാണാൻ കുറച്ച് മുഞ്ചൊക്കെയുള്ള അങ്ങനെ ഉണ്ടാകും. ചെറിയ കുഞ്ഞ് ബൗൾ, പ്ലേറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല നല്ല ക്വാളിറ്റിയിൽ കിട്ടും കേട്ടോ. കുക്ക് വെയർ സെറ്റൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് വാങ്ങാൻ പേടിയാണ്, അതൊരു വാങ്ങി നോക്കിയിട്ടില്ല കേട്ടോ ഗിഫ്റ്റ് ലാൻഡിൽ തോന്നും. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ വന്നത് ഞാനിപ്പോൾ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്ന കവർ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഒന്ന് വാങ്ങുന്നുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള സ്റ്റേഷൻ ഐറ്റംസ്, സ്കൂളിലേക്കുള്ള പെട്ടെന്ന് നമുക്ക് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്നൊക്കെ നമുക്ക് ഈ താഴെ പോയിട്ട് ഒരുവിധ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. ബാഗ് ആയിക്കോട്ടെ, ബാഗുകൾ, ചെപ്പുകൾ, ഡ്രസ്സുകൾ, ഒരുവിധം അത്യാവശ്യം നല്ല വലിയ ഒരു ഗിഫ്റ്റ് ലാൻഡ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിന് മുന്നത്തെ ഏതൊരു വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഗിഫ്റ്റ് ലാൻഡ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ കിട്ടും. അപ്പോൾ വാങ്ങുന്നവർക്ക് സ്ഥിരമായിട്ട് അങ്ങനെ വാങ്ങലുണ്ട് ഇവിടുന്ന്. പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ തൊട്ട് താഴത്തെ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല റേറ്റാണ് കേട്ടോ. സാധാരണ ഇവിടെ ഡേ ടു ഡേ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ ഗിഫ്റ്റ് ലാൻഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ തൊട്ട് താഴെ അത്യാവശ്യം നല്ല റേറ്റുള്ള ഗിഫ്റ്റ് ലാൻഡാണ് കേട്ടോ. ഇപ്പോൾ നാട്ടിലത്തെ 1500-2000 ഒക്കെയാണ് ചെറിയ ബാഗിനൊക്കെ അവിടെ റേറ്റൊക്കെ സ്റ്റാർട്ട്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതെന്നേ ഉള്ളൂ, നിങ്ങൾക്കും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട്. ഇവിടെ ഈ പറഞ്ഞ മുട്ടായി, നമ്മൾ ഈ പറഞ്ഞ ചോക്ലേറ്റുകൾ, എന്താ പറയുക ബിസ്ക്കറ്റ്, അങ്ങനത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എനിക്കൊന്നും കോപ്പിയാണ് തോന്നുന്നത്. അപ്പോൾ ഒന്നും അങ്ങനെ വാങ്ങലില്ല ഞാൻ. ഫുഡ് ഐറ്റംസുകളൊന്നും ഇവിടുന്ന് അങ്ങനെ ഒന്നും വാങ്ങലില്ല. ഇതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് തീർന്നാലൊക്കെ അങ്ങനെ വാങ്ങാന്നുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ചെറിയ കുഞ്ഞമത്തി കൊണ്ടുവന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വേഗം മുകളിലെത്തി മത്തിയിട്ട് ആ ഒരു മീൻകറി തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ഇതുപോലെ ആറിടാനുണ്ടാവും. ഈ ഒരു സമയത്താണ് കേട്ടോ ഇവിടെ എന്താ പറയുക ആറിടൽ. അത്യാവശ്യം നല്ല വെയിലുണ്ടാവും, അപ്പോഴത്തേന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ചെയ്യും കേട്ടോ. നമുക്ക് ഇത്ര ഒരു സ്പേസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ മാതിരി ആങ്കറിലിട്ടിട്ടും സ്റ്റാൻഡേബിളാക്കിയിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. പക്ഷേ നല്ലോണം വേഗം ഉണങ്ങി കിട്ടും കേട്ടോ, കാരണം അത്രക്കും ചൂടാണല്ലോ ഇവിടെ.
പിന്നെ മോൻ വന്ന് മോനൊന്ന് ജസ്റ്റ് ഒന്ന് മുടി വെട്ടാണ്ടീനും മോൻ്റെ കൂടെ ഒന്ന് പോയി വെട്ടിയെന്ന്. പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് തയ്യാറാക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ചോറാണ് കേട്ടോ. ഉള്ളിച്ചോറ് എന്ന് പറയും. പല നാട്ടിൽ ഏത് രീതിയിലാണ് പറയലെന്ന് എനിക്കറിയില്ല. നമ്മൾ പ്രസവിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈറ്റ് നിൽക്കണവർ തയ്യാറാക്കി തരുന്ന ചോറുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ചോറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അങ്ങനെ വെച്ചാൽ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം പൊടികളായിട്ട് അതേ ചേർത്ത് കൊടുക്കല്ലോ കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളി നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് വാട്ടിയതിന് ശേഷം ഒരു മുട്ട, 1-2 മുട്ട, നമുക്ക് ഇഷ്ടമുള്ളത്ര തന്നെ 1-2 മുട്ടയും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇതുപോലെ നല്ല സ്ക്രാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, സാധാരണ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചോറിൽ നിന്നും നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് പിങ്കി വേണ്ടി മാത്രം തയ്യാറാക്കിയതിനെ കൊണ്ട് 2 കയ്യിലാണ് കേട്ടോ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോറ് മാത്രം മതി കേട്ടോ. വയറ് നിറച്ച് കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഇതേമാതിരി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ മീനിൻ്റെ മുട്ടയും മത്തീൻ്റെ മുട്ടയും മത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് മത്തീൻ്റെ മുട്ട സെപ്പറേറ്റ് തന്നെ ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് നാട്ടിലൊക്കെ എന്ന് പറയുന്നത് കിട്ടാൻ ഭയങ്കര പ്രയാസമല്ലേ. ഇവിടെ സെപ്പറേറ്റ് 5-10 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കൂടുതൽ വലിയൊരു നമ്മളൊരു പാത്രം നിറയെ നമുക്ക് ഈ മത്തീൻ്റെ മുട്ടയും വലിയ വലിയ മീനിൻ്റെ മുട്ടയൊക്കെ തരും കേട്ടോ. അപ്പോൾ അറിയുന്നവർക്ക് അവർ മാറ്റി വെക്കും, നമ്മൾ ചോദിച്ചാൽ എടുത്ത് തരും ചെയ്യും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ തീർന്നായപ്പോൾ പിന്നെ എനിക്കൊരു വെറുതെ ഒരു ചിത്രം വരയ്ക്കാൻ, പുതിയ ചിത്രം വരയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ചിടലുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അതേമാതിരി ഒരു ചെറിയൊരു ചിത്രമൊക്കെ വരച്ച് അത് കഴിഞ്ഞതിൻ്റെ ശേഷം മോന് ഇവിടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ മോന് ഫിഷിനും കൂടി വർത്താനം പറയുന്നേക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ ഒരു 10 മിനിറ്റ് നടന്നാലും ഒരു കുഞ്ഞ് പാർക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാനും ഫ്രണ്ട്സ് ഇതുപോലെ പോകലുണ്ട്. കാരണം ഇവിടെ എന്ന് പറയുന്നത് നമ്മളെ ഫ്ലാറ്റിലേക്കല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് വളരെ കുറവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരത്തേക്കൊക്കെ താമസിക്കുന്നവർക്ക് ഈ വില്ലയ്ക്ക് അനുസരിച്ചിട്ടുള്ള മുറ്റവും പാർക്കൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ വേറെ കമ്മ്യൂണിറ്റീൻ്റെ പാർക്കാണ്. പക്ഷേ ഇവിടെ അധികം വരുന്നത് എന്ന് പറയുന്നത് പുറത്തത്തെ കുട്ടികളാണ് കേട്ടോ. കളിക്കാൻ അധികം വരുത്ത് ഇവിടെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ തൊട്ടടുത്തുനിന്ന് കഫറ്റീരിയന്നും വൈകുന്നേരത്തെ ചായൻ്റെ പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു KP ചായ ഒക്കെ ഉണ്ട്. പക്ഷേ പലഹാരങ്ങൾ നമ്മൾ വിചാരിച്ചത്ര പലഹാരങ്ങളൊന്നും ഇവിടെ കിട്ടൂല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പലഹാരങ്ങളൊക്കെ അയച്ചിങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ചായ വാങ്ങിയിട്ട് ഫ്രണ്ട്സായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. കാരണം നമ്മൾ ഈ രാവിലെ തൊട്ട് അങ്ങനെ ഓരോ റൂട്ടീൻ ഡെയിലി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന റൂട്ടീൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് കുട്ടികളൊക്കെ അങ്ങനെ കളിച്ച് ഒരു മഗ്‌രിബൊക്കെ ആകുമ്പോഴേക്കും മുന്നേ തന്നെ നമ്മൾ തിരിച്ച് അങ്ങനെ മടങ്ങലാണ് കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ടാവും കേട്ടോ. മലയാളികൾ കുറവാണ്. അധികം ഈ പറഞ്ഞ മാതിരി ബോരിയൽതും സുഡാനികളും ഒക്കെ ആയിട്ടുള്ള മക്കളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉണ്ടാവല്. അത് കഴിഞ്ഞപ്പോൾ നമുക്കിന്ന് ചെറിയൊരു അവിടുന്ന് വേഗം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ചെറിയൊരു ഷെറിഖാൻ്റെ ഫ്രണ്ട് ഇതേമാതിരി ചെറിയൊരു ഫംഗ്ഷന് വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ ബോട്ടിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷന്. നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ അബ്രയുണ്ട്. ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ അബ്രയിലേക്ക്. അബ്രയിൽ ബോട്ടിന് പോകണം. ഒരു 1.5 മണിക്കൂറുള്ള ഒരു റൗണ്ടിങ് ആണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ബോട്ടിൽ വെച്ചിട്ട് തന്നെ ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഒരു 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചിറങ്ങലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് വേണ്ടിയിട്ട് വന്നതായിരുന്നു.
ഇതിലിപ്പോൾ ഇതുപോലെ അപ്സ്റ്റെയറും ഉണ്ട്. അതേമാതിരി ഉള്ളിലിരിക്കുന്നവർക്ക് ഉള്ളിലിരിക്കാം. നമ്മളിപ്പോൾ എപ്പോഴും അങ്ങനെ ഇതേമാതിരി ബോട്ടിൽ കയറുന്ന സമയത്ത് മുകളിലാണ് കേട്ടോ, ഈ ഷിപ്പിൽ മുകളിലാണ് അധികം ചൂസ് ചെയ്യൽ. കാരണം അതാകുമ്പോൾ നല്ല കാറ്റും ഉണ്ടാവും, നല്ല വെളിച്ചവും കാറ്റൊക്കെ ഉണ്ടാവും. ഉള്ളിലിരിക്കുമ്പോൾ അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നലില്ല. അപ്പോൾ അതേമാതിരി നമ്മൾ ഷെറിക്കൻ്റെ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു മൈക്കിടിപ്പ് ഒരു 6-6:30 മണിക്കൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചൊരു 8-8:30 മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് നമ്മൾ പുറപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ എത്തിക്കലാണ് അവർ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി അവിടെ പ്രിപ്പയർ ചെയ്ത് പാക്കാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഫുഡൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഇവിടെ അതൊക്കെ ഒന്ന് സെറ്റാക്കി അവർ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങൾ, ജ്യൂസുകൾ, പെപ്സി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമുക്ക് വേണ്ടിയോളം എത്ര വേണമെങ്കിലും അവർ തരും കേട്ടോ അവിടുന്ന്. ഇത് ഇതേമാതിരി നല്ല ബോട്ടിൽ കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ അവിടുന്ന്. അബ്രയിലേക്കുള്ള വ്യൂ ആണത് വരുന്നത്. ഇവിടെ അതേമാതിരി അബ്ര കടക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1 ദിറംസ് ഒക്കെ കൊടുത്താൽ മറ്റേ തോണി ഉണ്ട് കേട്ടോ, നമ്മുടെ ഉടൻ്റെ തോണിയിലൊക്കെ ഈ പറഞ്ഞ മാതിരി ദുബായിലേക്ക് 1 ദിറംസ് ഒക്കെ കൊടുത്താലൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ എല്ലാവരും ദുബായ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരുന്നു. അതെല്ലാവർക്കും ഇവിടെ വന്നാൽ ഒരുവിധം എല്ലാവരും ഒന്ന് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ, ആ ഒരു ദിറംസ് കൊടുത്തിട്ട് തോണിയിൽ അപ്പുറം പോയിട്ട് കിടക്കുക എന്നൊക്കെ പറയാൻ നല്ല രസമാണ് അങ്ങനെ പോയി വരാനത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എല്ലാവരും ഒന്ന് ജ്യൂസും പലഹാരങ്ങളൊക്കെ കുടിച്ച് എല്ലാവരും മഗ്‌രിബ് നമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ്ട് അവിടെ ഒന്നായിട്ട് മാറ്റ് വിരിച്ചിട്ട് എല്ലാവരും നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ജമ്മായി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കൂടി നിൽക്കുന്നുണ്ട് അവിടെ. നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഫുഡ് അവർ സെർവ് ചെയ്യൽ. ഇതുപോലെ ഒരുപാട് പേരുടെ താഴെയും ഉണ്ടായിരുന്നു. അപ്പോൾ 2 സെറ്റായിട്ട് എല്ലാവരും നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് സെർവ് ചെയ്ത്, ഫുഡ് എല്ലാ രീതിയിലുള്ള ഫുഡുണ്ട് കേട്ടോ. സലാഡ്സിന് ഒരുപാട് സാലഡുകളുണ്ട്, സാലഡുകൾ, കുബൂസ്, അമ്മൂസ്, പിന്നെ ന്യൂഡിൽസുകൾ, പിന്നെ കബ്സ, ഗോബി മഞ്ചൂരിയൻ, ചിക്കൻ മഞ്ചൂരിയൻ, അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ഉണ്ട്, പേരെനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല. ഒരുപാട് കറികളും ഒരുപാട് റൈസും, ഹൈദരാബാദി ബിരിയാണികൾ, വെജിറ്റബിൾ ബിരിയാണികൾ, പിന്നെന്താ വെജിറ്റബിൾ കറികൾ, പിന്നെന്താ പൊട്ടാറ്റോ ഫ്രൈസ്, പിന്നെ കബാബ് ഐറ്റംസുകൾ, ഒരുപാട് രീതിയിൽ ഒരുപാട് കബാബ് ഐറ്റംസുകൾ, പിന്നെ സ്വീറ്റ്സ്, ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ നല്ല റഷായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുത്തിട്ടുള്ളൂ. അവിടുന്ന് ഇതുപോലെ അതിൻ്റെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ളതാണ് കേട്ടോ ഇവിടെ. ഇതും അത്യാവശ്യം ആളുകൾ ഇതിൻ്റെ ഉള്ളിലും ഇരിക്കും. ഇവിടെ അതുപോലെ തന്നെ മുകളിൽ എന്താണോ ഫുഡുള്ളത് അതുപോലെ തന്നെ അവിടെ ഫുഡ് സെർവ് ചെയ്യും കേട്ടോ, അത്രയൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു ഇതിലായിരുന്നു നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഷെറിക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് ഷെറിക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയൊക്കെ വന്ന് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഷെല്ലൻ്റെയൊക്കെ പ്രായമുള്ള മക്കളാണ്. അപ്പോൾ എല്ലാവരും വിസിറ്റിങ്ങിന് വന്നതിനെ കൊണ്ട് നമുക്ക് ഉമ്മൽഗുയിൽ സൂവിലൊക്കെ പോകാമെന്ന് പറയട്ടെ, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഉമ്മൽഗുയിൽ സൂവിൽ പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, കാരണം സ്വാഭാവികമായിട്ട് സൂവിൽ എല്ലാവരും പോകുന്നതും എല്ലാ സ്ഥലത്തും ഒരുപോലെ എന്താണ് അതൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും ഒരുപാടൊന്നും ഞാൻ സൂവിലുള്ളത് എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇതുപോലെ ഒരു ഫാൽക്കൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാൽക്കനെ കണ്ടപ്പോൾ പിന്നെ ഞാൻ കരുതി അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഫാൽക്കനെ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ മാത്രം എടുത്തിട്ടു. കുറച്ച് സമയം മാത്രമേ നമുക്ക് വെക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഭയങ്കര വെയിറ്റ് ഉണ്ടാവുക, നമുക്ക് കാണുമ്പോൾ അങ്ങനെ വെയിറ്റ് ഒന്നും തോന്നൂല, പക്ഷെ നമ്മൾ കയ്യിൽ കയറി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു വെയിറ്റ് ഫീലിംഗ് തോന്നും. പിന്നെ നമ്മളെ കൊത്തോ എന്നുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ, ആ ഒരു പേടിയും കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ വേഗം ഷെറിക്കാൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത് പോയി കഴിഞ്ഞാൽ അതുപോലെ വെക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ഉമ്മൽഗുയിലെ സൂവിൽ ഞാനൊരു 4-5 വർഷം മുന്നേ വന്നിരുന്നു. ഇതുപോലെ തന്നെ എൻ്റെ ഷെറിക്കാൻ്റെ പെങ്ങൾ ഇതുപോലെ വിസിറ്റിങ്ങിന് വന്ന സമയത്ത് വന്നിരുന്നു. അന്ന് ഇതുപോലെ എന്താ അവിടെ ചിമ്പാൻസി എന്താ പറയുക അതുണ്ടായിരുന്നു കേട്ടോ. അന്ന് മറ്റാൾക്ക് നല്ല ഉഷാറായിരുന്നു, ഓടി നടന്നിട്ട് ഹസ്ബൻഡിൻ്റെ പെങ്ങളെ അപായ പിടിച്ച് വലിക്കലും കർച്ചീഫ് വലിക്കലും വൈത്തലി ഓടലൊക്കെ ആയിരുന്നു കേട്ടോ. അന്ന് നല്ല ഉഷാറൊക്കെ മൂപ്പരാൾക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഏതോ ഒരു ഷോർട്സിലൊക്കെ ഇട്ടിരുന്നു.
ഇപ്പോൾ ആരെന്ത് പറഞ്ഞിട്ട് മൂപ്പരാൾക്ക് ഒരു കൂസലും ഇല്ല. മൂപ്പരാൾ ഐസും തിന്ന് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഏകദേശം ഭയങ്കര പ്രായമായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഇത് ഭയങ്കര ചടുപ്പിൽ ആരെ പിന്നാലെ ഓടാനോ ഒന്നിനും നിൽക്കുന്നില്ല. ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ കുറേ സൂലുള്ള അങ്ങനെ അനിമൽസിനും അവിടെ എന്തൊക്കെയുള്ളതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പക്ഷേ ഷെല്ലക്ക് ഭയങ്കര പൂതി ഈ പറഞ്ഞ മാതിരി ക്യാമലിൻ്റെ മുകളിൽ കയറുന്നുള്ള. അങ്ങനെ ക്യാമലിൻ്റെ മുകളിൽ കയറ്റി കൊടുത്ത് ഒരു റൗണ്ടൊക്കെ അടിച്ച് വന്ന് തിരിച്ച് ഇറക്കുകയാണ് കേട്ടോ ഇത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ നേരെ വീട്ടിലേക്ക് ഇതുപോലെ വീടിൻ്റെ താഴത്ത് നല്ല ഫ്രഷായിട്ട് കേക്ക് ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ. ഞാൻ ഒരു 10-20 കൊല്ലത്തിൻ്റെ മേലായി തോന്നുന്നത്. അത്യാവശ്യം നല്ല കേക്ക് ഐറ്റംസ് കേട്ടോ, നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. ഇവിടുന്ന് ഇതേപോലെ കേക്കൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ പോയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി. പിന്നെ അതുപോലെ ചെറിയൊരു ഗീവ് അവേൻ്റെ ബാങ്കിലും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഒരു 1K ആവുന്നതിൻ്റെ ഒരു കുഞ്ഞ് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ല ഹാർട്ടോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബാങ്കിൾ വിത്ത് റിംഗ് ആണ് കേട്ടോ ഇത്.